ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾ ഇവിടെ കാലു കുത്തിയതിന് ശേഷേ ഇവിടെ അനർത്ഥങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. നിരപരാധിയായ ജഗനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യിച്ചതും ആ രാക്ഷസിയായ വന്ദനയാ. ദേ ഒന്ന് നിർത്തുന്നുണ്ടോ? നാക്കിന് എല്ലില്ലെന്ന് വിചാരിച്ച് എന്ത് തോന്നിയവസം വിളിച്ചു പറയരുത്. വക്കീലിന് കടുപ്പത്തിന്റെ ചായ എടുക്ക്. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടൊന്നും പറയട്ടെ. അയ്യോ, ചായ ഒന്നും എനിക്ക് വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ കഴിച്ചേ ഉള്ളൂ. പിന്നെ ഉഷാറായിട്ട് പറയാൻ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ജഗന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് വ്യാഴാഴ്ചയാണ്. അതൊന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഇത് പറയാൻ വക്കീല് പെട്രോളും കത്തിച്ച് ഇതുവരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞങ്ങളൊക്കെ ആകെ ടെൻഷനില്ല വക്കീലെ. പ്രാർത്ഥനയും പൂജയും വഴിപാടും നേർച്ചയൊക്കെ ആയിട്ട് സമയം കഴിച്ചു കൂട്ടുന്നേ ഉള്ളൂ. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. നാളെ നല്ലൊരു വാർത്ത എന്നെ കേൾക്കാനിടയാവും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വക്കീലേ, പോകുന്നതിന് മുമ്പ് എന്റെ ചേച്ചിയെ കൂടി ഒന്ന് കണ്ടേക്ക്. ഇല്ലെങ്കിൽ വക്കീല് അവരെ അവഗണിച്ചു എന്ന് പറഞ്ഞ് ചിലപ്പോ ഒരു മാനനഷ്ട കേസ് അവരിടും. അതിന്ന് ഊരിപ്പോരാൻ വലിയ പാടാ. താൻ എത്ര ബാധിച്ചിട്ടും കാര്യമില്ല. ആ ദേ അപ്പച്ചി എഴുന്നള്ളുന്നുണ്ടല്ലോ. ഇരിക്കിരിക്കിരിക്ക്. ഞാൻ ആനന്ദവല്ലിയമ്മയെ കാത്തു നിൽക്കുകയായിരുന്നു. അടുത്ത വ്യാഴാഴ്ചയാണ് ജഗന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. ആയിക്കോട്ടെ. ജാമ്യം കിട്ടുമെന്ന് വക്കീൽ ഉറപ്പു പറഞ്ഞ കേസല്ലേ? അത് ജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തന്റെ വാദം കൊണ്ടല്ല, എന്റെ പ്രാർത്ഥന കൊണ്ട്. ഈ വക്കീലിനെ വിശ്വസിക്കാം. വക്കീൽ ഏറ്റെടുത്ത ഒരു കേസും തോറ്റ ചരിത്രമില്ല. അതവിടെ നിൽക്കട്ടെ. ജഗൻ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉടനെ എനിക്ക് മറ്റൊരു കേസ് കൈകാര്യം ചെയ്യണം. അതിന് എനിക്ക് വക്കീലിന്റെ സഹായം വേണം. അതേത് കേസാണ് അപ്പച്ചി? ഒന്ന് മിണ്ടാതിരിക്കണം അവിടെ. ഓ വക്കീലെ, ഒരു ബന്ധം അവസാനിപ്പിക്കൽ കേസാ. ബന്ധം അവസാനിപ്പിക്കാൻ കേസോ? ചേച്ചി ആരുടെ കാര്യമായി പറയുന്നേ? ജഗനും വന്ദനയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കണം. ഇതൊക്കെ അപ്പച്ചിയുടെ ആഗ്രഹമല്ലേ? വല്ലതും നടക്കോ? ജിതേന്ദ്ര, വായടക്കടാ. ആ കേട്ടോ വക്കീലെ, ഈ വന്ദന ബോധം കെട്ട് കിടന്നപ്പോ ജഗൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതാണ് പോലും. കാശിന് പോക്കില്ലാതെ അഴിഞ്ഞാടി നടക്കുന്ന ആ ജാതകദോഷക്കാരിയുടെ കാര്യത്തിൽ അതും അതിനപ്പുറവും സംഭവിക്കും. അവൾ ഇവിടെ കാലു കുത്തിയതിന് ശേഷേ ഇവിടെ അനർത്ഥങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. നിരപരാധിയായ ജഗനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യിച്ചതും ആ രാക്ഷസിയായ വന്ദനയാ. ദേ ഒന്ന് നിർത്തുന്നുണ്ടോ? നാക്കിന് എല്ലില്ലെന്ന് വിചാരിച്ച് എന്ത് തോന്നിയവസം വിളിച്ചു പറയരുത്. ജഗൻ സ്വന്തം മനസ്സാലെ കുറ്റം സമ്മതിച്ചതാ. ആരുടെയും പ്രേരണയോ ഭീഷണിയോ ഒന്നും അതിന്റെ പിന്നിലില്ല. നിരപരാധിയായി വന്ദനയെ പഴിചാരുന്നത് നാത്തൂന് അവളോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടാ. നിർത്തടി. നീ എങ്ങനെ വെള്ള പൂശിയാലൊന്നും പെട്ടെന്ന് വെളുക്കുന്ന പൂർവ്വചരിത്രമൊന്നും അല്ല അവളുടേത്. രാജീവിന്റെ കുടുംബം തൊലച്ചവള് ഇപ്പൊ കുറുപ്പിന്റെ കുടുംബവും കുളം തോണ്ടാൻ വന്നിരിക്കുന്നു. സമ്മതിക്കില്ല ഞാൻ. വക്കീലെ, ഉടനെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കണം. ആനന്ദവല്ലിയമ്മേ, ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. ഇതിന് വിധി പറയേണ്ട ശക്തനായ ജഡ്ജി കുറുപ്പ് സാറാണ്. ആനന്ദവല്ലിയമ്മയുടെ ആവശ്യം ഈ ബെഞ്ചിലങ്ങ് സമർപ്പിച്ചാൽ മതി. എങ്കിലും വക്കീലിൽ നിന്ന് സമയം കളയണ്ട. വിട്ടോ 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 വിട്ടോ. ശരി വക്കീലെ, താങ്ക്സ് ഉണ്ട് കേട്ടാ. ശരി ശരി ശരി. വക്കീല് പറഞ്ഞത് കേട്ടില്ലേ? മകനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ അവന് ജാമ്യത്തിന് വേണ്ടി ഓടി നടക്കുന്നത്. ജാമ്യം കിട്ടി ഇറങ്ങിയ അവന് മനസമാധാനം കൂടി ഉണ്ടാക്കി കൊടുക്കണം. അതിന് ശക്തനായ ജഡ്ജിയായ മാത്രം പോരാ, സൗമ്യനായ ഒരു അച്ഛനും കൂടി ആവണം. അപമാനം, അഹമ്മതി, ഇങ്ങനെയുണ്ടോ ഒരു അഹങ്കാരം? ചേച്ചി ഉദ്ദേശിച്ചത് വക്കീൽ നോട്ടീസ് പ്രശ്നം നോക്കാത്ത വക്കീലിനെ കുറിച്ചായിരിക്കും. അതെ ചേച്ചി, കേസില്ല വക്കീലന്മാരാണ് സാധാരണ വക്കീൽ നോട്ടീസ് തയ്യാറാക്കുന്നത്. ഈ വക്കീലിനാണെങ്കിൽ ആനക്കെടുപ്പത് കേസാ. അതുകൊണ്ട് ദയവേത് അയാളെ അങ്ങ് വിട്ടേക്ക്.
അതെ, കേസും വഴക്കൊക്കെ കളഞ്ഞിട്ട് ജഗന് വേണ്ടി ജാമ്യം കിട്ടാൻ പ്രാർത്ഥിക്കുക. ആരാ ഈ നേരത്ത്? മുൻവശത്തെ ഡോറ് ഞാൻ അടച്ചിരുന്നു. തൂത്തുവാരി തുടച്ച ശേഷം ഇനി അടച്ചിട്ടോ? ഒന്നിനും ഒരു ഓർമ്മയില്ലല്ലോ. ഈശ്വര വിക്രം, ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇനി ഞാനിവിടെ ഉള്ള കാര്യം അറിഞ്ഞു കാണുമോ? എന്തിനാ വന്നത്? ആക്രമിക്കാനോ അതോ ഈ കോവിലകം ചുട്ടരിക്കാനോ? എന്താണ് നിന്റെ ഉദ്ദേശം? വർമ്മ സാർ, ദയവ് എന്നെ അകത്തേക്ക് കയറാൻ അനുവദിക്കണം. സാധ്യമല്ല. കണ്ണി കണ്ട പോക്രികൾക്കും ആഭാസന്മാർക്കും കയറി നിറങ്ങാനുള്ള സ്ഥലമല്ല ഈ കോവിലകം. ഇവിടെ കിടന്ന് വെറുതെ അഭ്യാസം കാണിക്കാതെ ഇറങ്ങിപ്പോ. സാർ, എന്റെ ഭാഗത്തുനിന്ന് ചില തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ അന്നത്തെ സാഹചര്യത്തിലും തെറ്റിദ്ധാരണയിലും സംഭവിച്ചു പോയതാ. അതിലെനിക്ക് നല്ല കുറ്റബോധമുണ്ട്. സാറിന്റെ അടുത്ത് വന്ന് മാപ്പ് പറയാനും കൂടി ഞാൻ വന്നത്. ദയവായി എനിക്ക് പറയാനുള്ളത് ക്ഷമയോടെ സമാധാനത്തോടെയും കേൾക്കണം. ക്ഷമ, സമാധാനം കൊള്ളാം മോനെ. ഉള്ളിൽ പ്രതികാരമായിട്ട് കിടക്കുന്ന നിന്നെ പോലുള്ളവന്മാരോട് ക്ഷമയും സമാധാനം ഒന്നും ക്ഷത്രിയമാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലടാ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് നിന്റെ ഭാര്യയുടെ സുഹൃത്തായിരുന്നു എന്റെ മോൻ. അതിന്റെ പേരിൽ സംശയഭ്രാന്ത് പിടിച്ച് എന്റെ മോനെ നശിപ്പിക്കാൻ നടക്കായിരുന്നു നീ, ഇല്ലേ? ഇങ്ങനെയുള്ള നിന്നോടാണോ ഞാൻ ക്ഷമയും സമാധാനവും കാണിക്കേണ്ടത്? ഈ ജന്മം മുഴുവൻ അതുണ്ടാവില്ല. കടക്കട പുറത്ത്. എടാ, നിന്നോടാ പറഞ്ഞ കടക്കാൻ. പറഞ്ഞാ നിനക്ക് മനസ്സിലാവുള്ള ജന്തു. പോടാ സർ, ഇറങ്ങി പോടാ സർ. മാനത്തെ കൊട്ടാരം